മഴയെ അസാധാരണമായി സ്നേഹിക്കുന്നവരുടെ മനസ്സ്. മഴ കേൾക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നതെന്തുകൊണ്ട്? ഒരു മഴത്തുള്ളി ജനൽച്ചില്ലിൽ വീഴുന്ന ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പെട്ടെന്ന് പറഞ്ഞറിയിക്കാനാകാത്ത ഒരു സമാധാനം പടരാറുണ്ടോ? മറ്റുള്ളവർ മഴയെ വെറും കാലാവസ്ഥയായി കാണുമ്പോൾ എന്തുകൊണ്ടാണ് ചിലർ അതിനെ ഒരു വികാരമായി അനുഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ചിലർ മഴ പെയ്യാൻ കാത്തിരിക്കുന്നത്? ആകാശത്തിൽ നിന്ന് വീഴുന്നത് വെള്ളം വെള്ളം മാത്രമാണോ? അതോ നമ്മുടെ മനസ്സ് വർഷങ്ങളായി തിരയുന്ന എന്തോ ഒന്നാണോ? മഴ തുടങ്ങുമ്പോൾ ലോകം മാറുന്നതുപോലെ തോന്നും. വഴികൾ നനയും, മരങ്ങൾ പുതുമയോടെ തിളങ്ങും, വായുവിന്റെ മണം പോലും മാറും. എന്നാൽ അതിലും വലിയ മാറ്റം ചിലരുടെ മനസ്സിലാണ് സംഭവിക്കുന്നത്. മണിക്കൂറുകളായി അസ്വസ്ഥമായിരുന്ന ചിന്തകൾ പതുക്കെ ശാന്തമാകാൻ തുടങ്ങും. ഉള്ളിലെ ശബ്ദങ്ങൾ കുറഞ്ഞുവരും. അവർക്കതിന്റെ കാരണം പോലും പറയാൻ കഴിയില്ല. പക്ഷേ മഴ അവരെ എന്തോ രീതിയിൽ ആശ്വസിപ്പിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർ മഴ പെയ്യുമ്പോൾ ജനലിനരികിൽ പോയി നിൽക്കും. അവർക്കെവിടെയും പോകാനില്ല, ആരോടും സംസാരിക്കാനില്ലോ, നോക്കിയിരിക്കാൻ മാത്രം തോന്നും. പുറത്തുനിന്ന് നോക്കുന്നവർ അതിനെ ഒരു ശീലമായി കാണും. പക്ഷേ മനുഷ്യ മനസ്സ് വെറുതെ ഒന്നും തിരഞ്ഞെടുക്കാറില്ല. പലപ്പോഴും അത് ഏറ്റവും സുരക്ഷിതമായി തോന്നുന്ന അനുഭവങ്ങളെയാണ് വീണ്ടും വീണ്ടും തേടുന്നത്. മനഃശാസ്ത്രം പറയുന്നത് ചില ശബ്ദങ്ങൾ, മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ അവരുടെ മനസ്സിൽ വലിയ വികാരങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഇത് ബലഹീനതയല്ല, അനുഭവങ്ങളെ കൂടുതൽ തീവ്രമായി സ്വീകരിക്കുന്ന ഒരു സ്വഭാവമായിരിക്കാം. മറ്റൊരു കൗതുകകരമായ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ചിലർക്ക് സന്തോഷമുള്ള ദിവസങ്ങളിലും മഴ ഇഷ്ടമാണ്, ദുഃഖമുള്ള ദിവസങ്ങളിലും മഴ ഇഷ്ടമാണ്. കാരണം മഴ അവരുടെ വികാരങ്ങളെ വിധിക്കാറില്ല. അവർ ചിരിക്കുകയാണോ കരയുകയാണോ എന്ന് മഴ ചോദിക്കാറില്ല. അതുകൊണ്ടാവാം പലർക്കും മഴയുടെ സാന്നിധ്യത്തിൽ അഭിനയിക്കേണ്ട ആവശ്യം തോന്നാത്തത്. അവർക്ക് യഥാർത്ഥമായിരിക്കാൻ കഴിയുന്ന കുറച്ചു നിമിഷങ്ങളിലൊന്നായി മഴ മാറുന്നു. ചിലപ്പോൾ ജീവിതം വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കും. ജോലി, പണം, ഉത്തരവാദിത്തങ്ങൾ, പ്രതീക്ഷകൾ. ഈ ഓട്ടത്തിനിടയിൽ മഴ മാത്രം ലോകത്തെ പതുക്കെയാക്കുന്നു. വാഹനങ്ങൾ മന്ദഗതിയിലാകും, ആളുകൾ നിൽക്കും, ജനലിലൂടെ പുറത്തേക്ക് നോക്കും. ആ ചെറിയ ഇടവേളയിൽ മനുഷ്യൻ സ്വന്തം ജീവിതത്തെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് മഴ ചിലർക്കൊരു കാലാവസ്ഥയേക്കാൾ വലിയ അനുഭവമാകുന്നത്. മണി സൈക്കോളജിയിൽ നിരന്തരം വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് മനുഷ്യനെ മാനസികമായി ക്ഷീണിപ്പിക്കുമെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ബോധപൂർവം വിശ്രമിക്കുന്ന നിമിഷങ്ങൾ ആവശ്യമാണ്. മഴ അത്തരമൊരു സ്വാഭാവിക ഇടവേളയായി ചിലർക്ക് അനുഭവപ്പെടാം. ഒന്നും ചെയ്യാതെ കുറച്ചു സമയം ഇരിക്കാനുള്ള ഒരു അനുമതി പോലെ. ഉൽപാദനക്ഷമതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് പ്രകൃതിയോട് നന്ദിയോടെ ബന്ധപ്പെടുകയും ശാന്തമായ വികാരങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തെ കൂടുതൽ പ്രതീക്ഷയോടെ കാണാൻ കഴിയുമെന്നാണ് അവരുടെ വിശ്വാസം. മഴയെ അവർ വെറും കാലാവസ്ഥയായി കാണുന്നില്ല, മനസ്സിനെ വീണ്ടും സന്തുലിതമാക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലായി കാണുന്നു. ഇത് ആത്മീയ വിശ്വാസത്തിന്റെ ഭാഗമാണ്. തെളിയിക്കപ്പെട്ട ശാസ്ത്രീയ നിഗമനമല്ല. എന്നാൽ പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കുന്നത് പലർക്കും മാനസിക ആശ്വാസം നൽകുമെന്ന് വിവിധ മനഃശാസ്ത്ര സമീപനങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നാൽ മറ്റൊരു സത്യവുമുണ്ട്. മഴയെ സ്നേഹിക്കുന്നത് മനോഹരമാണ്. പക്ഷെ മഴയെ മാത്രം സ്നേഹിച്ച് ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി അകന്നു പോകുന്നത് പരിഹാരമല്ല. പ്രകൃതി നമ്മെ ഒളിച്ചോടാൻ പഠിപ്പിക്കുന്നില്ല, വീണ്ടും ജീവിക്കാൻ പഠിപ്പിക്കുകയാണ്. മഴ എന്നും പെയ്യില്ല. മഴ കഴിഞ്ഞാൽ വീണ്ടും സൂര്യൻ ഉദിക്കും. അതുപോലെ തന്നെ മനുഷ്യന്റെ ജീവിതത്തിലും ദുഃഖം സ്ഥിരമല്ല. സമാധാനവും പ്രതീക്ഷയും വീണ്ടും മടങ്ങിവരും. ഒരുപക്ഷെ നിങ്ങൾ മഴയെ സ്നേഹിക്കുന്നത് മഴയേക്കാൾ കൂടുതൽ നിശബ്ദതയെ സ്നേഹിക്കുന്നതുകൊണ്ടാകാം. ഒരുപക്ഷെ മഴയുടെ ശബ്ദത്തിൽ നിങ്ങൾ കേൾക്കുന്നത് വെള്ളത്തിന്റെ ശബ്ദമല്ല, നിങ്ങളുടെ സ്വന്തം മനസ്സിന്റെ ശബ്ദമാണ്. കാരണം ചിലർക്ക് മഴ ആകാശത്തിൽ നിന്ന് വീഴുന്ന തുള്ളികളല്ല. ജീവിതം എത്ര സങ്കീർണമായാലും പ്രകൃതി ഇപ്പോഴും മനോഹരമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു നിശബ്ദ സന്ദേശമാണ്. ഒരു ദിവസം നിങ്ങൾ ആ സത്യം മനസ്സിലാക്കുമ്പോൾ